സിനിമയ്ക്കകത്ത് നടക്കുന്ന സകലമാന വൃത്തികേടുകളെയും കണ്ടില്ല എന്ന് നടിക്കാനാണോ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷക്കാലം ഒരു നടപടിയും എടുക്കാതെ ഫ്രീസറിൽ വെച്ചിരുന്ന സർക്കാർ അതിനുശേഷം പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകളോടും സ്വീകരിക്കുന്ന സമീപനം എന്താണെന്ന് നാം കാണുന്നു. രഞ്ജിത്തിനെതിരെ ഗുരുതരമായ ആരോപണം ഒരു നടി ഉന്നയിക്കുമ്പോൾ നിരപരാധിയായ ഒരാളെ വേട്ടയാടുകയാണോ എന്ന് ചോദിക്കുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി. എന്നു മാത്രവുമല്ല, എല്ലാ തവണയും രഞ്ജിത്ത് വിവാദങ്ങളിൽ പെടുമ്പോൾ അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു ചലച്ചിത്രകാരനാണ് എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തി സംരക്ഷിക്കുകയാണ് സജി ചെറിയാൻ ചെയ്യാറ്. ഇത്തവണയും അദ്ദേഹം അത് ആവർത്തിക്കുകയാണ്. ഭരണ പാർട്ടിയായ CPIM-ഉം അവരുടെ സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എന്താണ് ചിന്തിക്കുന്നത്? ഞങ്ങൾ പറയുന്ന വ്യാജങ്ങൾ, ഈ ആഖ്യാനങ്ങൾ, മുട്ടുന്യായങ്ങൾ ഇവയെല്ലാം വിശ്വസിച്ച് ഉറങ്ങാൻ പോവുകയാണ് കേരളം എന്നാണോ? അവിശ്വാസത്തിൻ്റെ നടുക്കടലിലാണ് നിൽക്കുന്നത് എന്ന കാര്യം ഈ സർക്കാർ, ഈ മുന്നണി, ഈ പാർട്ടി തിരിച്ചറിയുമോ? രഞ്ജിത്തിനെ മഹാനായ കലാകാരനായി അവതരിപ്പിച്ചുകൊണ്ട് അക്കാദമിയുടെ തലപ്പത്ത് വെച്ചിരിക്കുമ്പോൾ രഞ്ജിത്തിനെ ജനം കൂവുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാൻ താഴെത്തട്ടിൽ വേരുകളുള്ള ഈ പാർട്ടിക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് പീഡകരെ രക്ഷിക്കുന്ന പാർട്ടിയും സർക്കാരും എന്ന ദുഷ്പേരും മായ്ക്കാൻ ഇവർ ശ്രമിക്കാത്തത്? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ രജി ലൂക്കോസ്, ഇടതു സഹയാത്രികൻ. CPM ഈ ചർച്ചയ്ക്ക് ആളെ തരില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ശ്രീ N. ശ്രീകുമാർ, കോൺഗ്രസിൻ്റെ സഹയാത്രികൻ, മാധ്യമപ്രവർത്തകൻ. ശ്രീ ആശ ആച്ചി ജോസഫ്, WCCയുടെ പ്രതിനിധി. ജോഷി ജോസഫ്, സംവിധായകൻ എന്നിവരാണ്. ആദ്യം ശ്രീമതി ആശ, സർക്കാർ സമ്പൂർണ്ണമായും നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന വിഭാഗത്തെ കൈവിട്ട് കളഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ ഈ രാത്രിയിൽ? ഇപ്പോൾ നമുക്ക് ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ ഈ ഒരു 4 വർഷക്കാലത്തെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ WCC എന്ന് പറയുന്ന സംഘടന പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രിയിലത്തെ ഒരു വിഷമമല്ല അത് 4 വർഷം യഥാർത്ഥത്തിൽ പിന്നെ നമുക്ക് മനസ്സിലാകും, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഒത്തിരി ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ടാവും. ഇതിപ്പോൾ ഈ തരം ഒരു കമ്മിറ്റിയാണോ കമ്മീഷനാണോ പലതരം കാര്യങ്ങളൊക്കെ പറയുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടായി. സ്ത്രീകൾ തന്നെ, നിങ്ങൾ ആ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചാൽ അറിയാം, വളരെ സ്പെസിഫിക് ആയിട്ടും വളരെ ഷാർപ്പായിട്ടുള്ള കാര്യങ്ങളാണ് മിക്ക പേജുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്, ചില പേജുകൾ ഒഴിച്ചു നിർത്തിയാൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് തന്നെ ഉണ്ടാവുന്നത്. അതേസമയം നമുക്ക് മനസ്സിലാകുന്നത് ഈ 4 വർഷവും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ സർക്കാരിന് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള ധാരണയുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു RTI ഫയലിങ്ങിന് ശേഷമല്ലല്ലോ സർക്കാർ ഈ റിപ്പോർട്ട് കാണുന്നത്. നമ്മൾക്കറിയാം, ഈ റിപ്പോർട്ട് വളരെ നേരത്തെ തന്നെ സർക്കാരിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് സർക്കാരിന് അറിയാം. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇടത് സർക്കാർ അന്ന് ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ആലോചിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇടത് സർക്കാർ മാത്രമല്ല, ഇവിടെ വളരെ അലർട്ടായിട്ടുള്ള ഒരു പ്രതിപക്ഷമുണ്ട്. ഇവരൊക്കെ ഇതിനെക്കുറിച്ച് എത്രമാത്രം സംസാരിച്ചു? സ്ത്രീകൾ വളരെ ലൈവായിട്ടുള്ള ഒരു സംസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിൽ എന്തുകൊണ്ട് ഇത് നേരത്തെ ആലോചിക്കാൻ സാധിച്ചില്ല? ഇപ്പോൾ ഈ 24 മണിക്കൂറിലാണോ ഇതൊക്കെ ആലോചിക്കുന്നത്? കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ഇതിന്മേൽ ഇനി പരാതികളൊന്നും, അല്ലെങ്കിൽ ഇതെങ്ങനെയെങ്കിലും ഈ തീ കെട്ടടങ്ങിയാലോ, നമുക്കുള്ള പരാതികൾ പറയാൻ അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് എത്ര സ്ത്രീകളാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് വരുന്നത്. വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ തന്നെ ഈ എല്ലാ ടെലിവിഷൻ ഇൻ്റർവ്യൂസിലും പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ സർക്കാരിന് ഇത് മനസ്സിലാകാത്ത കാര്യമൊന്നുമല്ല. സർക്കാർ കണ്ണടയ്ക്കുകയാണോ അതോ എന്താണ് സർക്കാരിൻ്റെ ഉദ്ദേശം? അല്ല, ഒരു സാധാരണ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയാലും മതിയല്ലോ. അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഈ പബ്ലിക് കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഇതിൽ കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം വളരെ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിലുള്ള പരാതികൾ എന്ന് പറഞ്ഞാൽ മൊഴിയെടുപ്പാണ് നടത്തിയിട്ടുള്ളത്. വളരെ വർഷങ്ങളുടെ മൊഴിയെടുപ്പ് നടത്തിയിട്ടുണ്ട്. അതൊന്നും ഈസി അല്ല, സങ്കീർണമാണ് ഈ കാര്യം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. പിന്നീട് എന്തിനാണ് സർക്കാർ ഈ എന്താ പറയണത്, ഇപ്പോഴാണ് ഞങ്ങൾക്കിത് മനസ്സിലായത്, അയ്യോ ഇങ്ങനെയായി പോലെ, ഇനി എത്ര പേരുടെ കാര്യങ്ങൾ വരാനിരിക്കുന്നു? അല്ല, സർക്കാർ പറയുമ്പോൾ ആ സങ്കീർണത കൊണ്ടാണ് സർക്കാർ ഇടപെടാത്തത് എന്ന് നമുക്ക് നിഷ്കളങ്കമായി വിചാരിക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ആ സങ്കീർണത മാറ്റിവെച്ചാലും
വേതന വ്യവസ്ഥയുടെ കാര്യത്തിൽ, ഒരു ബാത്റൂം ഇല്ല, ടോയ്ലറ്റ് ഉറപ്പാക്കുന്ന തീർച്ചയായിട്ടും കാര്യത്തിൽ ഇല്ല, പോലെയുള്ള കഴിയില്ല. നിസ്സാരമായി ചെയ്യാൻ കഴിയുമായിരുന്ന കാര്യങ്ങളിൽ പോലും സർക്കാർ ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഈ റിപ്പോർട്ടിന് ശേഷം ഇപ്പോൾ ഈ അക്കാദമി ചെയർമാനെതിരെ ഉയർന്നു വരുന്ന അത് വളരെ അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആരോപണത്തിൽ പോലും നാല് സർക്കാർ വർഷത്തിന്റെ ആരോപണ ഇടയ്ക്ക് വിധേയരെ സംരക്ഷിക്കാൻ അതെ, ഞാൻ പറഞ്ഞതാണ്, ഈ 4 വർഷത്തിൻ്റെ ഇടയ്ക്ക് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ആ കാര്യങ്ങളൊന്നും സർക്കാർ ശ്രദ്ധിച്ചില്ല, അത് ചെയ്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇതും കൂടി കാണുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ കോംപ്ലക്സിറ്റി പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കാതിരിക്കുന്നതെന്നുള്ളത് വളരെ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനൊന്ന് പറയാം, റെജി ലൂക്കോസ് CPIM സഹയാത്രികൻ നമ്മളോടൊപ്പം ഉണ്ട്. റെജി ലൂക്കോസ്, നോക്കൂ, ഏറ്റവും അവസാനം ഉയർന്നു വന്നിരിക്കുന്നത് ഈ രഞ്ജിത്തിനെതിരായിട്ടുള്ള തുറന്നു പറച്ചിലാണ്. അതിൽ വളരെ പെട്ടെന്ന് തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി രഞ്ജിത്തിനെ പൊതിഞ്ഞങ്ങ് പിടിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ കലാകാരനാണെന്നൊക്കെ പറയാണ്. ആ രഞ്ജിത്ത് പക്ഷേ അക്കാദമിയുടെ ഫിലിം ഫെസ്റ്റിവലിന് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനിരിക്കുമ്പോൾ ജനം കൂവുന്നത് CPIM എന്ന് പറയുന്ന പാർട്ടി കാണുന്നില്ലേ? ജനങ്ങൾക്ക്, നിങ്ങൾക്ക് വലിയ ആളായിരിക്കും, നിങ്ങൾക്ക് വലിയ പ്രതിഭാതനായ കലാകാരനായിരിക്കും, ജനത്തിന് മുന്നിൽ വിശ്വാസത്തിൻ്റെ തുണി ഒഴിഞ്ഞു നിൽക്കുകയാണ് രഞ്ജിത്ത് എന്ന കാര്യം ഈ പാർട്ടിക്കും അതിൻ്റെ സർക്കാരിനും പിടികിട്ടുന്നില്ലേ? നോക്കൂ, CPIM-നോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകൾ, ഇടതുപക്ഷ രാഷ്ട്രീയം പേറുന്ന ആളുകൾ പോലും സിനിമയ്ക്ക്, ഇപ്പോൾ ആഷിഖ് അബുവിനെ പോലെയുള്ള ആളുകൾ രഞ്ജിത്ത് രാജിവെക്കണം എന്ന് പറയുമ്പോൾ ഈ ചേർത്ത് പിടിക്കാൻ ഇല്ല, സംരക്ഷിച്ചേ അങ്ങോട്ട് അടങ്ങൂ എന്ന വാശി, അതിന് കാരണം എന്താണ്? നിഷാദേ, അത് നിങ്ങളുടെ തെറ്റായൊരു വ്യാഖ്യാന. ഈ പറഞ്ഞ രഞ്ജിത്തിനെ ആരും ചേർത്ത് പിടിച്ചിട്ടില്ല. അദ്ദേഹം ഒരു രാജ്യം അറിയപ്പെടുന്ന ഒരു കലാകാരനാണെന്നോ ഒരു വാക്ക് പറഞ്ഞത് ഇത്ര വലിയ പാത്രമായിട്ട് എടുക്കണ്ടോ? ഏത് വമ്പനാണെങ്കിലും പുറത്ത് നടപടി സ്വീകരിക്കാൻ മടിയില്ലാത്തൊരു ഗവൺമെൻറ്റാണ് എന്ന് പറഞ്ഞതും ഇതേ സജി ചെറിയാനാണ്. നിങ്ങൾ പറഞ്ഞ വാദഗതികൾക്ക് മിനിറ്റുകൾക്ക് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത്. അതുകൊണ്ട് രഞ്ജിത്തിനെ ആരെങ്കിലും സംരക്ഷിക്കും, അദ്ദേഹത്തിനെ മഹാനായി ചിത്രീകരിച്ചുകൊണ്ട് തുടരാൻ അനുവദിക്കുന്നൊന്നും നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട. അദ്ദേഹത്തിൻ്റെ വഴി പുറത്തേക്കാണെന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. അദ്ദേഹത്തിനെ പുറത്താക്കണമെന്നും അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നും മുൻകാല പല ചരിത്രങ്ങൾ വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്രതികരിച്ചൊരു വ്യക്തിയാണ് ഞാൻ രാവിലെ മുതൽ. അത് 1-2 മാധ്യമങ്ങൾ അത് വാർത്തയാക്കുകയും ചെയ്തു. അവിടെ രഞ്ജിത്തിനെ ചേർത്ത് പിടിക്കുന്നു, രഞ്ജിത്തിനെ പുകഴ്ത്തുന്നൊന്നും യാതൊരു രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ അത് കൊണ്ടുവരണ്ട. അങ്ങനെ ഒരു ഗവൺമെൻറ് ഉള്ളത് സ്ത്രീപക്ഷത്തിനുള്ള ഗവൺമെൻറ് ആണെന്നുള്ള ഏറ്റവും വലിയ തെളിവല്ലേ? ആ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ഈ കേരളത്തിലെ ഏറ്റവും വലിയ സുപ്പീരിയർ പോസ്റ്റിൽ നിന്ന ഒരു നടനെ, ഒരു നടിയുടെ അല്ലെങ്കിൽ ആ ഇരയുടെ പരാതി മുഖ്യമന്ത്രി കൊടുത്തപ്പോൾ പരാതി കിട്ടിയ ആ നിമിഷം തന്നെ ഒരു കോടതിയുടെ ഉത്തരവില്ലാതെ കൊണ്ട് തന്നെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടില്ലേ? എത്രയോ നാളുകൾ അദ്ദേഹത്തിന് ജയിലിലിട്ടു. ഈ കമ്മിറ്റി തന്നെ വന്നത് എന്തുകൊണ്ടാണ്? ഇതിപ്പോൾ BBC വരെ റിപ്പോർട്ട് ചെയ്തില്ല ഇങ്ങനൊരു കമ്മിറ്റി ലോകത്തിൽ ആദ്യമാണെന്നുള്ളവരും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്ന ചിത്രസഹിത BBC വാർത്ത വന്നിരിക്കുന്നത്. അവരുടെ ഡിസ്ക്രിപ്ഷനെ കുറിച്ചിലൊക്കെ ഞാൻ പോകുന്നില്ല, അവരുടെ വ്യാഖ്യാനങ്ങൾ. അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് തന്നെ ഇതുപോലെ വനിതകളുടെ സിനിമയിലെ കാര്യങ്ങൾ പഠിക്കാനായിട്ടൊരു കമ്മിറ്റി നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ എന്താണെന്നുള്ളവരെ പഠിക്കാനായിട്ട് അത് നടപ്പിൽ വരുത്താനായിട്ടൊരു ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. WCC എന്ന് പറയുന്ന നമ്മളൊക്കെ ബഹുമാനിക്കുന്ന സിനിമയിലൊരു തിരുത്ത ശക്തിയായിട്ട് കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ആ സംഘടനയെ ഏറ്റവും ബഹുമാനിക്കുന്നവരെ മലയാളികൾ മുഴുവനും. കാരണം അതുകൊണ്ടാണല്ലോ ഇത്ര ഒരു കമ്മിറ്റിക്ക് തന്നെ ഫോം ചെയ്യാൻ കാരണം ഇരിക്കുന്നത്. ആ കമ്മിറ്റി കണ്ടെത്തിയ പരിഹാരങ്ങളും അതിൽ വന്നിരിക്കുന്ന നിർദ്ദേശങ്ങളും എന്താണെന്ന് പോലും ചർച്ച ചെയ്യാതെ കൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ കൊണ്ട് ഇത്രയും വലിയ ഇൻഡസ്ട്രിയെ ഒരുമാതിരി പൈങ്കിളി വൽക്കരിച്ചുകൊണ്ട് ഈ ചർച്ച നടത്തുന്നത് ചില മാധ്യമങ്ങളുടെ ഹോബിയായി മാറിയിരിക്കും. നമ്മളെന്തുകൊണ്ട് ആവശ്യം കാണാത്തത്? ഇനി രണ്ടാമത്തെ വിഷയം, ബഹുമാനപ്പെട്ട വനിതാ പ്രതിനിധിയോട് പറഞ്ഞത് സർക്കാരിന് 4 വർഷം കൊണ്ട് എന്തും ചെയ്യാൻ പാടില്ലല്ലോ എന്ന് ചോദിച്ചു. വളരെ ന്യായമായ ചോദ്യം. ആ ചോദ്യമാണ് ഇവിടെ മാധ്യമങ്ങളെല്ലാം ഉയർത്തുന്നത്. അതിന് വ്യക്തമായ മറുപടിയുണ്ട്. എന്താ മറുപടി? ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ ആ കമ്മിറ്റിക്കകത്ത് നിർദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് പറയാനായിട്ട് തന്നെ അനുവദിക്കണം. അതായത് സുപ്രീം കോടതിയിൽ ഒരു വിധിയുണ്ട്, വളരെ പ്രസിദ്ധമായ ഒരു വിധിയുണ്ട്. ആ വിധി പറഞ്ഞിരിക്കുന്നത് എന്താ? ആ കിരൺ ബേദി വേഴ്സസ് ആയിട്ടുള്ള വിധി പറഞ്ഞിരിക്കുന്നത് എന്താ? ആ വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇര അല്ലെങ്കിൽ ഒരു പരാതിക്കാരി ഒരു പരാതി കൊടുത്താൽ ആ ആളുടെ സമ്മതമില്ലാതെ കണ്ട് അവരുടെ പേരോ ഈ പരാതിയോ പുറത്തു കൊണ്ടുവിടാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. അവരുടെ പ്രൈവസിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പക്ഷേ എന്നിട്ട് ഈ സർക്കാർ ആക്ട് ചെയ്തു. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഘടകത്തിൽപ്പെട്ടവരെയായിട്ട് പലതവണയായി 12ഓളം നമ്മളാ ഇവിടെ ഒന്ന് ഇടപെട്ടോട്ടെ. അല്ല മാഡം, ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ ദയവായിട്ട്. അത് ആ മാഡത്തിന്റെ സാഹചര്യം വരുമ്പോൾ അതിനോട് പ്ലീസ്. അല്ല, മാഡത്തിന്റെ സമയം വരുമ്പോൾ തൽക്കാലം ഞാൻ പൂർത്തീകരിക്കട്ടെ. ഞാൻ ഒരാളെ ഉള്ളൂ, നിങ്ങൾ 3 പേരുണ്ട് ഇവിടെ. അല്ല, ആ വ്യത്യസ്തമായ അഭിപ്രായം അങ്ങയുടെ മാഡത്തിന്റെ സമയം വരുമ്പോൾ പറയൂ. അല്ല നിഷാദ്, ഇത് ശരിയല്ല. ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ ദയവായിട്ട്. ഇങ്ങനെ തടയപ്പെടാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ വസ്തുതകളാണ്. നിങ്ങൾക്ക് നിഷേധിക്കുകയാണെന്ന് നിഷേധിച്ചോളൂ. 12ഓളം ചർച്ചകൾ നടത്തിയിരിക്കുന്നു സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ഘടകങ്ങളുമായിട്ട്. മുഖ്യമന്ത്രിയുടെ നേരിട്ട് ചർച്ച ചെയ്തിരിക്കുന്നു,
ബഹുമാനപ്പെട്ട സജി ചെറിയാൻ, അതിനുശേഷം ഇടക്കാലത്ത് വന്ന് ഈ ചാർജ് വെച്ചിരുന്ന ബഹുമാനപ്പെട്ട VN വാസവൻ, ആ പിന്നീട് സജി ചെറിയാൻ, ഇതിനൊരു പരിഹാരങ്ങൾ ആ നിർദ്ദേശങ്ങളെ കുറിച്ച് നിങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല. പിന്നെ ചുമ്മാ എന്തെങ്കിലും വെറുതെ എന്തെങ്കിലും പറയല്ലേ. സജി ചെറിയാൻ എന്ന് പറയുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി റിപ്പോർട്ട് വായിച്ചിട്ടില്ല, പിന്നെ വസ്തുതകളല്ലേ എന്ത് വസ്തുത? സജി ചെറിയാൻ എന്ന് പറഞ്ഞ മന്ത്രി റിപ്പോർട്ട് വായിക്കാതെ എന്ത് ചർച്ച നടത്തിയത്? റിപ്പോർട്ട് അദ്ദേഹം വായിച്ചിട്ടില്ല. ഇപ്പൊ സാംസ്കാരിക വകുപ്പ് മന്ത്രി റിപ്പോർട്ട് വായിക്കേണ്ട വസ്തുത അല്ലാത്തതുകൊണ്ടാണ് ഇടപെട്ടോട്ടെ മനസ്സിലാക്കേണ്ട കാര്യം. ആ റിപ്പോർട്ട് വന്നാലും ഇല്ലെങ്കിലും അല്ലല്ലല്ല, അത് നിങ്ങൾ ആ ചോദ്യം ചോദിക്കുന്ന അറിയാം. കഴിഞ്ഞ ചർച്ചയിലും നിഷാദ് ഉയർത്തിയ ചോദ്യം അദ്ദേഹം പറഞ്ഞനുസരിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് ഈ സിനിമയിലെ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് 12ഓളം ചർച്ച നടത്തിയെന്നാണ് പറഞ്ഞത്. അത് റിപ്പോർട്ടിനകത്തെ ഭാഗങ്ങൾ എന്താണോ ഇല്ല എന്നുള്ള അപ്രസക്തമാണ്. അത് ഒരു കോടി 6 ലക്ഷം രൂപ പൊതുഖജനാവിൽ മുടക്കി കമ്മിറ്റി ഉണ്ടാക്കിയത് കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയതുപോലെ ചർച്ച ചെയ്യാനല്ലോ. ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നിയമം ഉണ്ടാക്കണമെന്ന് പറയലാണ്. ആ കാര്യം ചർച്ച ചെയ്യാതെ നിങ്ങളെന്താ പറഞ്ഞത്? 1 കോടി 6 ലക്ഷം രൂപ മുടക്കി ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ട് അവിടെ വെച്ചിട്ട് സജി ചെറിയാൻ അദ്ദേഹത്തിന് തോന്നുന്ന കാര്യം ചർച്ച ചെയ്താൽ മതിയോ? ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം അത് വായിച്ച് പഠിച്ച് ചർച്ച ചെയ്യണം. 1 കോടിയല്ല 2 കോടി മുടക്കിയാലും ഞാനൊന്നും വായിക്കാൻ പോകുന്നില്ല എന്ന പുച്ഛ സമീപനമാണ് സജി ചെറിയാൻ എടുത്തിട്ടുള്ളത്. നിഷാദ് ഞാനെന്ന് പറഞ്ഞ് പൂർത്തിയിരിക്കട്ടെ. നിഷാദ് ചുമ്മാ വക്രീകരിക്കാതെ. ഞാൻ ആ റിപ്പോർട്ട് അപ്രസക്തം എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചത്. അത് നിഷാദ് ആദ്യം ഉപയോഗിക്കണം. നിഷാദ് ഇങ്ങനെ ഈ രീതിയിലൊന്നും ഒരു വക്രീകരിക്കരുത്. കാരണം ഇതൊരു ചർച്ചയാണ്. ഇടതുപക്ഷത്ത് ഇരിക്കുന്ന ആളുകൾ പറയാത്ത കാര്യങ്ങൾ ആ വാക്യം ഉപയോഗിച്ച് എന്തുകൊണ്ടാ ആ റിപ്പോർട്ട് അപ്രസക്തമല്ലെന്ന് ഞാൻ പറഞ്ഞത്. ആ പറയുന്ന ചർച്ചയെ സംബന്ധിച്ചാണ് ഞാൻ അപ്രസക്തമുള്ള വാക്യം ഉപയോഗിച്ചത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആ റിപ്പോർട്ട് പിന്നെ ആ കമ്മിറ്റിയെ ഫോം ചെയ്ത് ഈ ഗവൺമെന്റ് അല്ലേ? ആ ഗവൺമെന്റ് ആർജവം കൊണ്ടല്ലേ ഇപ്പൊ പല നടിമാരും പല വെളിപ്പെടുത്തലുമായിട്ട് കണ്ടെടുത്തോടെ പുറത്തു വരുന്നത്. അതിന് അവസരം കൊടുത്ത ഈ ഗവൺമെന്റ് അല്ലേ? ഈ ഗവൺമെന്റിൽ അവസരം കൊടുത്ത് ഇന്നിപ്പം നിങ്ങളിപ്പോ ഒരു നടിയെ ഒന്നാമത്തെ കാര്യം എനിക്കൊരു ചെറിയൊരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്ത കഥയാണ് പറയുന്നത്. അത് ഗൂഢാലോചന ഉണ്ട് എന്നുള്ള വാദം ആദ്യം വന്നപ്പോൾ ഒരു ഗൂഢാലോചനയും ഇല്ല എന്ന് പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി. അതിനുശേഷം വലിയ പൊതുസമ്മർദ്ദം ഉയർന്നു വന്നു. അന്വേഷണം ഉണ്ടായി. അന്വേഷണത്തിന്റെ ഭാഗമായി ദിലീപിനെ അറസ്റ്റ് ചെയ്തു, അകത്തിട്ടു. ആ ദിലീപിനെ അകത്ത് പോയി കണ്ടു വന്നയാളാണ് നിങ്ങളുടെ അക്കാദമി ചെയർമാൻ. അക്കാദമി ചെയർമാൻ എന്ത് ഇടതു പാരമ്പര്യം ഉള്ളത്? അവിടെ അതിന് മുമ്പും ഇപ്പോഴും എന്ത് ഇടതുപക്ഷ മൂല്യം അയാളെ ഉയർത്തിപ്പിടിക്കുന്നത്? ആളുകൾ അക്കാദമിയുടെ ഫിലിം ഫെസ്റ്റിവലിന് കൂവിയപ്പോ തെരുവ് നായ്ക്കളെ പോലെ കൂവാതെ എന്ന് വിളിച്ചു പറഞ്ഞ അയാളാണോ ഇടതുപക്ഷക്കാരൻ? അയാളെ ഇപ്പോഴും ഇന്ത്യയിലെ മഹാനായ ചലച്ചിത്രകാരൻ എന്ന് വിളിക്കുകയാണ്. അയാൾ എന്താണ് മലയാളം ഇന്ത്യൻ സിനിമയ്ക്ക് അത്ര കൊടുത്ത അങ്ങനെ പൊളിറ്റിക്കൽ അല്ല, ഞാനങ്ങനെ പറഞ്ഞു പോകും. കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണ്? നിങ്ങൾ ഈ ദിലീപിനെ അറസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ദിലീപിന്റെ കൈക്കാരായിട്ടുള്ള ആളുകളെ, ദിലീപിനെ പോയി പുണർന്നവരെ പിടിച്ച് അക്കാദമി ചെയർമാൻ ആക്കിയ പാർട്ടി വലിയ വർത്താനൊന്നും പറയല്ലേ? അല്ലല്ല അതിപ്പോ കോടതി വന്നില്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞു പോകാതെ അന്നും ചർച്ചകളിലുള്ള ഒരാളാണ് ഞാൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്തിനാണ് നിഷാദ് ഒരു പൈങ്കിളി വൽക്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞത് എന്താ? ഗൂഢാലോചന നടന്നിട്ടുള്ളൂ എന്നുള്ള വിവരങ്ങൾ ഇവിടെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഉണ്ടെന്നുള്ള നടപടി സ്വീകരിക്കുന്നവർ ആ നടപടി സ്വീകരിച്ച് ജയിലിലിട്ടു. അതിനെ നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കിന് അവസാനത്തെ വാക്കുകളെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ചിത്രീകരിക്കും. അതാണ് നിങ്ങളൊക്കെ പൈങ്കിളി വൽക്കരിക്കുന്ന ഈ റിപ്പോർട്ടിനെ. ദിലീപിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു, ശരിയാണ്. പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ അതിന്റെ കോസിനോട് നിങ്ങൾക്ക് ഒരാത്മാർത്ഥതയില്ല. ദിലീപിനെ പോയി കണ്ടു വണങ്ങി വന്നവരാളെ അക്കാദമി ചെയർമാൻ ആക്കിയിട്ടുണ്ട് നിങ്ങൾ. ആ പ്രശ്നത്തെ മുൻനിർത്തി ഉണ്ടാക്കിയ ഒരു കമ്മിറ്റി റിപ്പോർട്ടിനെ 4.5 വർഷം ഒന്നും ചെയ്യാതെ മീറ്റിംഗ് വിളിച്ചുത്രേ. എന്താ അതിന്റെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്നാണ്? വാട്ട് ഈസ് ദ ഫൈനൽ റിസൾട്ട്? നിങ്ങൾ നിയമം ഉണ്ടാക്കിയോ? വേതനത്തിന്റെ കാര്യം ഉറപ്പാക്കിയോ? ടോയ്ലറ്റിന്റെ കാര്യം ഉറപ്പാക്കിയോ? നിങ്ങൾ ഒന്നും ചെയ്തില്ല. ഇപ്പോഴും അത് പുറത്തു വരുമ്പോ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ സമ്പൂർണ്ണമായിട്ടും അമ്മയെ പോലെ ഒരു ഫ്യൂഡൽ സംഘം തകർന്നു പോകാൻ പാടില്ലെന്ന് പാർട്ടി വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റ്. അമ്മ മഹത്തരമാണ്, അമ്മയെ തൊട്ടുപോകരുതേ, അമ്മയെ ശിഥിലമാക്കല്ലേ. ഈ 4 സ്ത്രീകൾ 2018 ജൂലൈ 27 ഈ സംഘടന നീതി തരില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അമ്മയെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്നതെന്ന് നിലവിളിച്ച സംഘമാണ് CPM. നിഷാദ് പരിണിതപ്രജ്ഞനായിട്ടുള്ള വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള മാധ്യമപ്രവർത്തനമല്ലേ? താങ്കൾക്ക് എന്നേക്കാളും അറിയാമല്ലോ. സുപ്രീം കോടതിയുടെ നിയമത്തിന്, സുപ്രീം കോടതി വിധി എന്ന് പറയുന്ന ഈ രാജ്യത്തെ നിയമമാണ്. ആ നിയമത്തിന് ഓവർകം ചെയ്യാൻ പാർലമെന്റിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു നിയമം നിലവിലുള്ള ഈ രാജ്യത്ത് കേരളത്തിന്റെ സംസ്ഥാനത്തെ സർക്കാരിന് ആ നിയമത്തിന് പുല്ലുവില കൊടുത്തുകൊണ്ടൊരു എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ പറ്റുന്ന നിഷാദിന് തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്താണ് ഈ ചർച്ച ചെയ്തത്? അങ്ങനെയൊക്കെ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമം ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ഞങ്ങൾക്കത് പറ്റുകയില്ല, അതിന് നിയമപരമായ തടസ്സമുണ്ട്. ഒരു നിയമപരമായ പരിശോധനയ്ക്ക് ഇത് അയച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ.
ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതിന്റെ സാധ്യത പരിശോധിക്കാൻ? ഇല്ലല്ലോ. നിങ്ങൾ കോൺക്ലേവ് നടത്താൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, നയം ഉണ്ടാക്കാൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഷാജിയൻ കരുണിന്റെ നേതൃത്വത്തിൽ വെച്ച സിനിമക്കാരെ മഞ്ജു വാര്യരെയൊക്കെ വെച്ച് നിങ്ങൾ ഇതിനകത്ത് നിയമം ഉണ്ടാക്കാൻ പറ്റുമോ, ഇതിനെന്താ ചെയ്യാൻ പറ്റുക എന്ന് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. സുപ്രീം കോടതി വിധിക്കെതിരെ നിയമം ഉണ്ടാക്കാനായിട്ട് കേരള സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? നിങ്ങളുടെ ചോദ്യം തന്നെ ഈ ചർച്ചയുടെ പ്രസക്തമായ രീതിയിലുള്ള ഒരു ഉന്നമന. എന്താ അറിയോ, അങ്ങനെ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ വക്രീകരണം ഈ ഗവൺമെന്റിനെതിരെയുള്ള, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമോ? ഞാൻ അതിനാണ് ഏത് കേസാന്ന് ഇവിടെ പറഞ്ഞു. തന്നെയുമല്ല, അർത്ഥ ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായ വിവരാവകാശ കമ്മീഷൻ സ്റ്റേ ചെയ്തു. ആ മൊഴി കൊടുത്ത പെൺകുട്ടികൾ പറഞ്ഞു ഞങ്ങളുടെ പേര് പറയരുത്, ഞങ്ങളുടെ മൊഴി പുറത്തുവിടരുതെന്ന് പറഞ്ഞു. കമ്മിറ്റി തന്നെ പറഞ്ഞു വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് എന്താ? ഇത് മൊഴിയെടുത്ത് നാട്ടുകാർക്ക് എല്ലാ പേജും കൊടുക്കരുതെന്നാണ്. ഇത് പരിശോധിക്കാൻ, പഠിക്കാൻ, കമ്മിറ്റി ഉണ്ടാക്കാൻ, നിയമം ഉണ്ടാക്കാൻ, എല്ലായിടത്തും ടോയ്ലറ്റ് ഉറപ്പാക്കാൻ, എല്ലായിടത്തും സാമാന്യ വേതനം ഉറപ്പാക്കാൻ, ആത്മാഭിമാനം ഉറപ്പാക്കാൻ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല 4.5 വർഷം. ഇത് നാട്ടുകാർക്ക് മുഴുവൻ കീറി എറിഞ്ഞു കൊടുക്കരുതെന്ന് മാത്രമാണ് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത്. അപ്പോൾ സജി ചെറിയാൻ പറയാണ് 1 കോടി രൂപ മുടക്കി നമ്മളുണ്ടാക്കിയ ഗുരുതര സ്വഭാവമുള്ള റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടില്ല എന്ന്. ഞാൻ നിങ്ങൾ നിയമം ഉണ്ടാക്കുന്നതിനോട് നിങ്ങളിപ്പോൾ ഈ പേരും പുള്ളിയും എന്താ പറയുക പരാതി നമ്പറും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബാക്കി ഏരിയ നിങ്ങൾ കവർ ചെയ്തോ? കവർ ചെയ്തോ? നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ പൂട്ടി. അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ആ റിപ്പോർട്ട് അട്ടിമറിച്ചിരിക്കുകയാണ്. വളരെ വ്യക്തമായോട് പറയാം. ആ റിപ്പോർട്ട് ഇപ്പൊ അട്ടിമറിച്ചിരിക്കുന്ന നിങ്ങൾ ചില മാധ്യമങ്ങള് അതിനെ പൈങ്കിളി വൽക്കരിച്ച് സിനിമ മുഴുവൻ ഒരു അധോലോകമാണെന്നും സിനിമ മുഴുവൻ ഒരു അശ്ലീല കൂട്ടമാണെന്നും സർക്കാരും പ്രതിഭകളുടെ സംഘവുമായ സിനിമയെ തകർത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ സിനിമകളിലൂടെ നിന്ന് വിളയാടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ നമ്മൾ വെച്ച കമ്മിറ്റി റിപ്പോർട്ടിന്റെ കണ്ടന്റ് ഞാനേ സിനിമാ മംഗളം വായിച്ചിട്ടല്ല മീഡിയ ചർച്ച. നമ്മൾ വെച്ചിട്ടുള്ള ഒരു കമ്മിറ്റി, ജുഡീഷ്യൽ കമ്മിറ്റി, അവരുടെ റിപ്പോർട്ടിന്റെ കണ്ടന്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്കൾ അങ്ങനെ കാര്യങ്ങളെ കൊണ്ടുപോലെ പൈങ്കിളി ആരാ പൈങ്കിളി? നിങ്ങൾക്ക് ഇതൊക്കെ പൈങ്കിളി ആയിരിക്കും. ഇപ്പൊ ഇന്ദ്രൻസ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു കേട്ടു അയക്കു പൈങ്കിളിയാണ്. എരിവും പുളിയും മനുഷ്യന്റെ ജീവിത പ്രശ്നമാണ്, ആത്മാഭിമാന പ്രശ്നമാണ്, തൊഴിലവകാശ പ്രശ്നമാണ്. നിങ്ങൾക്ക് പൈങ്കിളി ആയിരിക്കും, എരിവും പുളിയൊക്കെ ആയിരിക്കും. ഇതല്ല, അതിനപ്പുറത്തേക്ക് അതിന് സീരിയസ് ആയിട്ടുള്ള ക്രൈമിന്റെ ഫാക്ടേഴ്സ് ഉണ്ട് എന്നത് കാണുന്നതാണ്. ഞാൻ ഒന്ന് പറയാം, സംവിധായകൻ ജോഷി ഞങ്ങൾക്ക് പൈങ്കിളി എന്നല്ല പറഞ്ഞത്, നിങ്ങൾ പൈങ്കിളി വലിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. സംവിധായകൻ ജോഷി ജോസഫൂടി ജോഷി ഇതിനകത്ത് രഞ്ജിത്ത് നിരപരാധിയാണ് എന്നൊരു വാചകം ഇന്ന് സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ട്. നിരപരാധിയെ വേട്ടയാടാൻ ഒക്കുമെന്ന് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, അന്വേഷിച്ച് തെളിഞ്ഞാൽ, രഞ്ജിത്തിനെതിരായിട്ടുള്ള ആരോപണം തെളിഞ്ഞാൽ അദ്ദേഹത്തെ മാറ്റിക്കളയാമെന്ന് പറയുന്നുണ്ട്. ഈ തെളിയിക്കുക എന്ന് വെച്ചാൽ ആരാണ് തെളിയിക്കേണ്ടതെന്ന മൗലികമായ ചോദ്യം അവിടെ ഉണ്ട്. അത് തെളിയിക്കാനുള്ള ബാധ്യത സ്റ്റേറ്റിനാണ്. അത് തെളിയിക്കാൻ സർക്കാരും പോലീസും ഇറങ്ങി പുറപ്പെട്ടാൽ തെളിയിക്കപ്പെടുന്ന ഒരു കേസാണോ ഇത്? അല്ല, ഇതിന് അങ്ങനെ ഒരു ഗ്രോസ് ആയിട്ടുള്ളൊരു വയലേഷൻ ഉണ്ടായിട്ടില്ല എന്ന് ശ്രീലേഖ മിത്ര തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ തെളിയിക്കാനായിട്ട് അവർ തന്ന സാക്ഷ്യമുണ്ട്. അതിനുശേഷം ഞാൻ, ഫാദർ അഗസ്റ്റിൻ വട്ടോലി, ഞാൻ നേരിട്ട് ആണ് അവരെ ഈ തമ്മനത്ത് ഒക്കറൻസ് സ്പോട്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ എത്തിച്ചതും എല്ലാം. അപ്പോൾ ഇതിന് അതാണ് തെളിയിക്കേണ്ടതെങ്കിൽ സാക്ഷികളുണ്ട്, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തെളിയിക്കാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും വലിയ സമയം വേണമെന്നില്ല. എനിക്ക് സുപ്രീം കോടതി വിധിയുടെ കാര്യം ഇടത് സഹയാത്രികനായ റെജി ലൂക്കോസ് പറഞ്ഞ് മനസ്സിലായില്ല. അത് സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ പോകണമെന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുതെന്ന് എന്നാണോ റെജി ഉദ്ദേശിച്ചത്? അതോ രണ്ടും വെളിപ്പെടുത്തരുത്, അതായത് ആരാണോ വേട്ടക്കാരൻ്റെയും പേര് വെളിപ്പെടുത്തരുതെന്ന് സുപ്രീം കോടതി വിധിയിലുണ്ടോ? എനിക്കൊരു ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ടാണ്. ശരി, അദ്ദേഹം വിശദീകരിക്കട്ടെ. ഞാനൊന്ന് പറയാം. കോൺഗ്രസ് സഹയാത്രികനായ ശ്രീൻ ശ്രീകുമാർ ഇതിനകത്ത് ഇപ്പോൾ 4.5 വർഷക്കാലം ഇത് ഫ്രീസറിലിരുന്നപ്പോൾ ആർക്കും ഉണ്ടായില്ല വേദന. അപ്പോൾ പ്രതിപക്ഷത്തിന് ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഇത് കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക് ആയപ്പോൾ പ്രതിപക്ഷവും ഇറങ്ങിയിട്ടുണ്ട്. ഏത് പ്രതിപക്ഷം? ദിലീപിനെ പോയി കണ്ട് പൊട്ടിക്കരഞ്ഞ ധർമ്മജൻ ബോൾഗാട്ടി എലത്തൂരിൽ സ്ഥാനാർത്ഥിയാക്കിയ, അതിനൊരു പ്രശ്നവും തോന്നാതിരുന്ന പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. അപ്പോൾ അതുകൊണ്ട് ഈ ധാർമ്മികത, ഈ മൂല്യം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളോടും ക്വസ്റ്റ്യൻസ് ഉണ്ട്.
4.5 വർഷം നിങ്ങൾക്കുണ്ടായില്ല പ്രശ്നം. ഇപ്പം നിങ്ങൾ ചില മാധ്യമ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് നിങ്ങളും ഡ്യൂട്ടി നിർവഹിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ എന്ന് ശരിക്കും നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ? നോക്കൂ നിഷാദേ, ഈ സിനിമ എന്ന് പറയുന്ന ഒരു ജനകീയ വിഷയമാണ്. ഈ ജനകീയ വിഷയത്തിൽ ഗവൺമെൻറ് ഒരു ഇടക്കാലത്ത് വെച്ചിട്ട് ഒരു നടിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ഒരു വിഭാഗം നടികളുടെയൊക്കെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അവരൊരു കമ്മിറ്റി വെച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ട് എന്താണെന്ന് പഠിച്ച് അത് ബന്ധപ്പെട്ട വേദികളിൽ ചർച്ച ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്, പ്രതിപക്ഷമല്ല. പ്രതിപക്ഷം അന്ന് ആവശ്യപ്പെട്ടത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഗവൺമെൻറ് ഒരു വിശദീകരണം കൊടുക്കണമെന്നത് പ്രതിപക്ഷം പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. കാരണം എങ്ങനെ ഉണ്ടാകാനാണ്? ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ബന്ധപ്പെട്ട സിനിമാ മന്ത്രി റിപ്പോർട്ട് പോലും വായിച്ചിട്ടില്ല ഇത്രയും വർഷമായിട്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ജനകീയ വിഷയത്തിൽ ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തലുകളാണ്. ഒരുപാട് നടികൾ വന്ന് ചാനലുകളിലൂടെ അവരിത്രയും കാലം അവരുടെ മനസ്സിൽ വിങ്ങിയിരുന്ന കാര്യങ്ങളാണ് പുറത്തു പറയുന്നത്. പക്ഷേ ഇതിങ്ങനെ ദിവസവും പറയുന്നത് ആശാസ്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം, പ്രത്യേകിച്ച് ഒരു ജനകീയ വിഷയമായതുകൊണ്ട്. അതുകൊണ്ട് ഇതൊരു അസാധാരണ സാഹചര്യമായി കണക്കാക്കിക്കൊണ്ട് അസാധാരണമായ രാഷ്ട്രീയ തീരുമാനം ഗവൺമെൻറ് എടുക്കേണ്ട സമയമായിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് അതിന് മടിച്ചു നിൽക്കുന്നത്? ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം നിഷാദേ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന P. ഗോവിന്ദപിള്ള, അദ്ദേഹം കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്നു. പാർട്ടി തീരുമാനമായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, പാർട്ടി എന്ന് പറയുന്നത് ഒരു സിനിമ ഗ്രൂപ്പിൻ്റെ ഒരു സമ്മർദ്ദത്തിൽ വഴങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ CPM-ൻ്റെ നയപരമായ ചില പാളിച്ചകളാണ്. അതായത് അവർക്ക് ചില തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിലൊക്കെ ഈ നടീനടന്മാരെ അവർ ആവശ്യത്തിലധികം ഉപയോഗിച്ചു. അപ്പോൾ അവരുടെ സമ്മർദ്ദത്തിന് വിധേയരാകേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാർട്ടി എത്തി നിൽക്കുന്നതുകൊണ്ടാണ് ഇതിൽ തീരുമാനമെടുക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ഒരു റിപ്പോർട്ട് പുറത്തു വന്നു, ഇത്ര 3-4 ദിവസമായി ചർച്ച ചെയ്യപ്പെടുന്നു. ഇതിൽ തീരുമാനമെടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? LDF-ൻ്റെ യോഗം ചേരുന്നില്ല, മന്ത്രിസഭാ യോഗം ചേരുന്നില്ല. ഈ കാര്യം ചർച്ച ചെയ്യാനായിട്ട് മന്ത്രിസഭാ യോഗം ചേർന്ന് അടിയന്തരമായിട്ട് ചർച്ച ചെയ്യേണ്ട ഈ വിഷയം. കാരണം ഒരു ജനകീയ മാധ്യമമാണ് സിനിമ, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ഇവിടെ ഇതിൽ രാഷ്ട്രീയമൊന്നും ഞാൻ കാണുന്നില്ല. പ്രതിപക്ഷം എന്താണ് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഈ വിഷയം സജീവ ചർച്ചയാകുമ്പോൾ പ്രതിപക്ഷം തുറന്നടിക്കുകയാണ്. KPCC പ്രസിഡന്റ് പറഞ്ഞു കേസെടുത്ത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഒരാളുടെ പേരിൽ ആരോപണം വന്നപ്പോൾ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. നാളെ വേറൊരാളുടെ പേരിൽ ആരോപണം വരികയാണെങ്കിലും കേസെടുത്ത് അന്വേഷിക്കണമെന്ന് പറയും. പക്ഷേ ഇനിയും ഞാൻ പറയുന്നത് പല പേരുകളും പുറത്തു വരാൻ പാടില്ല എന്നൊരു തീരുമാനം ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ പേരുകളൊക്കെ ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ പുറത്തേക്ക് വരികയല്ലേ. പിന്നെ എന്തിനാണ് ഈ ഗവൺമെൻറ്റിന് വൈമനസ്യം? എന്തിനാണ് ഈ പരാതി കൊടുത്ത് അന്വേഷിക്കണോ, ആരോപണങ്ങളിൽ കിടമ്പണോ, അതൊക്കെ വേറെ വിഷയങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. ആരോപണങ്ങളെല്ലാം ചിലത് വിശ്വസിക്കാൻ പറ്റാത്തതൊക്കെ ശരിയായിരിക്കാം. കാരണം ഒരു ആരോപണം വരുമ്പോഴേക്കും അത് വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ നമുക്ക് എന്താ ഉണ്ടായെന്നറിയാം. അങ്ങനത്തെയൊക്കെ ആരോപണങ്ങൾ വരും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഒരു ജനകീയ മാധ്യമം എന്ന നിലയ്ക്ക് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുമ്പോൾ, ഒരു കമ്മിറ്റി റിപ്പോർട്ടുകളുള്ളപ്പോൾ, ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുള്ളപ്പോൾ, താരങ്ങളുടെ സംഘടന ചില അഭിപ്രായങ്ങൾ പുറപ്പെടുവിച്ചപ്പോൾ, അതിൽ തന്നെ ഭിന്നത ഉണ്ടായപ്പോൾ, ഒരുപാട് നടീനടന്മാർ ഇന്നും ഇന്നലെയായിട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുലർത്തിയപ്പോൾ, ഒരുപാട് പേർ ഗവൺമെൻറ്റിനെ വിമർശിച്ചപ്പോൾ ഇതൊരു അസാധാരണ സാഹചര്യമായി മാറി. അവിടെ സജി ചെറിയാനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അദ്ദേഹം രാജിവെക്കണമെന്ന്. എന്തുകൊണ്ടാണ് രാജിവെക്കണമെന്ന് പറഞ്ഞത്? ആ മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ട ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില സാങ്കേതിക കാരണങ്ങൾ, നിയമപരമായ വശം പരിശോധിക്കുന്നു, പരാതി വരട്ടെ, ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലല്ലോ, കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. ഒരു വളരെ വസ്തുനിഷ്ഠമായ റിപ്പോർട്ട് അവിടെ ഉണ്ട്. ഒന്നുകിൽ ആ റിപ്പോർട്ട് തള്ളിക്കളയുക, അല്ലെ ആ റിപ്പോർട്ട് മുഖവിലേക്ക് എടുത്തുകൊണ്ട് അത് LDF ചർച്ച ചെയ്യട്ടെ. ഇന്നിപ്പോൾ CPI-യുടെ ആരോ പറഞ്ഞു, നിങ്ങളൊക്കെ കാണിച്ചു, CPI-ക്ക് അഭിപ്രായ ഭിന്നത. ആരാ അഭിപ്രായ ഭിന്നത പറഞ്ഞ? CPI-യിലെ ആനി രാജ. CPI-യുടെ സംസ്ഥാന കമ്മിറ്റി പറയട്ടെ, LDF യോഗം വിളിക്കാൻ പറയട്ടെ. ഇതൊരു നയമല്ലേ? ഒരു സിനിമാ നയം രൂപീകരിക്കുന്നുണ്ടോ ഈ ഗവൺമെൻറ്, ഈ LDF? അങ്ങനെയാണെങ്കിൽ ആ നയത്തിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യേണ്ടതല്ലേ ഇത്? പ്രതിപക്ഷത്തെ കൂടി ചർച്ചയ്ക്ക് വിളിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ജനകീയ മാധ്യമത്തെ ഈ റിപ്പോർട്ടിനെ മുൻനിർത്തിക്കൊണ്ട് മലയാള സിനിമയെ ആകെ തന്നെ അങ്ങോട്ട് തകർത്ത് കളയാൻ പറ്റില്ല എന്നാണ്. ശ്രീമതി ആശ കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടെ പറയാമോ? ഈ റിപ്പോർട്ടിനെ മുൻനിർത്തിക്കൊണ്ട് മലയാള സിനിമയെ ആകെ തന്നെ തകർക്കുന്ന ഒരു നിലയെടുക്കാൻ പറ്റില്ല എന്നാണ് റെജി ലൂക്കോസ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ പറഞ്ഞ ഒരു അഭിപ്രായം.
നമ്മൾ എടുക്കുന്ന നിലപാടുകളൊന്നും അങ്ങനെ ആരെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലല്ലോ. നമുക്കറിയാം ഈ പറയുന്ന ഗവൺമെൻറ് എന്താണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ വളരെ വസ്തുനിഷ്ഠമായിട്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. പിന്നെ സ്ത്രീകൾ തീർച്ചയായിട്ടും ഇപ്പം ഹാർവി വൈൻസ്റ്റീൻ ഉൾപ്പെടെ ഹോളിവുഡിലെ കാര്യം മുതലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ വളരെ വലിയ പ്രഷർ ചെലുത്തിയിട്ട് മാത്രമാണ് ഇത്തരം കേസുകളിൽ എന്തെങ്കിലും പ്രയോജനകരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് ഈവൻ കേസ് നടത്തുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ കുറ്റവാളികളെ കൃത്യമായി കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്ന കാര്യത്തിലായാലും ഇപ്പോൾ ഇവിടുത്തെ ഈ കമ്മിറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിലായാലും അതിന് പൊളിറ്റിക്കൽ വില്ലെന്ന് പറയുന്നത് ജെൻഡർ ലെൻസിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വില്ലില്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല. അത് ആർക്കായാലും ചെയ്യാൻ പറ്റില്ല. കാരണം ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ പാർട്ടി പൊളിറ്റിക്സിന് അതീതമാണ്. നമ്മൾ കണ്ടതാണല്ലോ ഈ രണ്ട് ഭാഗങ്ങളും എത്ര സ്ത്രീകളെ മത്സരിപ്പിച്ചു, എത്ര സ്ത്രീകൾക്ക് വേണ്ടി അവർ സ്പേസ് ഒഴിഞ്ഞു കൊടുത്തു. അതേ കാര്യത്തിൻ്റെ വേറൊരു ഭാഗം പോലെയാണ് ഇതിപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ആർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഇത് ഈ രീതിയിൽ കേരളം മനസ്സിലാക്കി അത്രയും റാഡിക്കലായിട്ട് പെരുമാറേണ്ട ഒരു കാലഘട്ടമാണിത്. ഈ അൺയൂഷ്വൽ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്ന അതാണ്. അത് എല്ലാവരും മനസ്സിലാക്കി എല്ലാവരും അതിന് റെസ്പോണ്ട് ചെയ്യുകയും കൃത്യമായി പ്രോആക്റ്റീവായിട്ട് ഇടപെടുകയും ചെയ്യണം. റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും കേസെടുക്കുകയും ചെയ്യണമെങ്കിൽ ചെയ്യണം. പക്ഷേ അത് ആ സ്ത്രീകളുടെ തീരുമാനവും ആ സ്ത്രീകളെ എങ്ങനെയാണ് അത് ആ രീതിയിൽ അവർക്ക് ആവശ്യമുള്ളതെന്നുള്ള രീതിയിലാണ് തീരുമാനം എടുക്കേണ്ടത്. അല്ലാതെ വേറൊരു രീതിയിൽ ആരോപണം തെളിഞ്ഞാൽ നടപടിയെടുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ, രഞ്ജിത്തിന്റെ രക്ഷാപുരുഷൻ, പറയുന്നുണ്ട്. ഈ ആരോപണം തെളിയിക്കാൻ ഇപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? റെജി ലൂക്കോസ്, ഞാൻ ചോദിക്കുന്നത് ഈ രഞ്ജിത്തിനായിട്ടുള്ള ആരോപണം തെളിഞ്ഞാലേ നടപടി എടുക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ ആരോപണം തെളിയിക്കാൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക റെജി ലൂക്കോസ്? നിഷാദെ, അങ്ങനെയൊന്നും നിങ്ങൾ വക്രീകരിക്കേണ്ട. രഞ്ജിത്ത് എന്ന് പറയുന്ന ആളിനെ ആ അക്കാദമിയുടെ ചെയർമാനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇടതുപക്ഷ സർക്കാരില്ല. അതിനുള്ള തെളിവ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സജി ചെറിയാൻ തന്നെ മന്ത്രിസഭയിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഒരു ചെറിയ പെശകന്റെ പേരിൽ മാധ്യമങ്ങൾ അത് ആഘോഷിച്ചപ്പോൾ അദ്ദേഹം മാന്യമായ അദ്ദേഹം മാറി നിന്നു. കോടതി അദ്ദേഹത്തിന് നിരപരാധിയെ കണ്ടെത്താൻ തിരിച്ചു വന്നൊരു ചരിത്രമൊക്കെ ഈ മന്ത്രിസഭയിൽ തന്നെ ഉണ്ട്. ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ പലരും. അപ്പോൾ ആ ഒരു രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംരക്ഷിക്കാനായിട്ടോ അദ്ദേഹത്തിന് രക്ഷാകവചം തീർക്കാനായിട്ടൊക്കെ ഇടതുപക്ഷ സർക്കാർ മുതിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അദ്ദേഹം പുറത്തേക്കുള്ള വഴിയിലൂടെ തന്നെയാണ് 48 മണിക്കൂറുകളിൽ ഈ വിഷയം പുറത്തു വന്നിട്ട് തീർച്ചയായിട്ടും നിയമപരമായ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മന്ത്രി പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്നുള്ള യാതൊരു തർക്കമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഞാൻ പോലും അതിനകത്ത് പ്രതികരിച്ചതാണ്. അദ്ദേഹം രാജിവെക്കണം, പുറത്തേക്ക് തന്നെ വിടണം തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഒരു തർക്കമില്ല കാര്യത്തിൽ. ഒരു രഞ്ജിത്തൊന്നും ഈ ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള സർക്കാർ സംരക്ഷിച്ചിട്ട് ഒന്നും നേടാനില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് തന്നെ ഈ കമ്മിറ്റിയെ തന്നെ വെക്കേണ്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് രഞ്ജിത്തിനെ വെച്ചുകൊണ്ട് നിങ്ങൾ ആരും വിരൽ ചൂണ്ടണ്ട. അദ്ദേഹത്തെ ഏതാണ്ട് രാജിയുടെ വക്കിലാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ള സമയമായിട്ടുള്ളൂ. അത് അങ്ങനെ വരട്ടെ. ഇനി ബഹുമാനപ്പെട്ട ആശാ ജോസഫ് പറഞ്ഞതിനോട് ഞാനും യോജിക്കുക. ഞാൻ 100% യോജിക്കുകയാണ് അവരോട്. കാരണം വെച്ചാൽ മലയാള സിനിമയിലെ സ്ത്രീകൾ, വനിതകൾ ഇതുപോലുള്ള അട്രോസിറ്റികൾക്ക് വിധേയമാകണമെന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ നിഷാദെ വളരെ ഹെൽത്തി ആയൊരു ചർച്ചയായിട്ട് മാറണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. 2000 കോടി രൂപയുടെ ടേൺ ഓവറുള്ള ഇൻഡസ്ട്രിയാണ്. വലിയ രീതിയിലുള്ള യുവാക്കളും യുവതികളും ഇതിലേക്ക് കടന്നു വരുന്നു. മുമ്പ് വരേണ്യ വർഗത്തിൻ്റെയും ഈ പറയുന്ന അമൂൽ ബേബികളുടെയും ഒരു സങ്കല്പ കേന്ദ്രമായിരുന്നു സിനിമ എന്ന് പറയുന്നത്. ഇന്നത് മാറി. സങ്കല്പങ്ങൾ തന്നെ മാറി. നായക നടന്മാരുടെയും നായിക നടിമാരുടെയും സങ്കല്പങ്ങൾ തന്നെ മാറി. ആർക്ക് സിനിമയിലേക്ക് വരാം, അവരെയെല്ലാം പിറകോട്ട് മാറ്റുന്ന രീതിയിൽ ഇതിനെ പൈങ്കിളിവൽക്കരിക്കുന്നുള്ള വാക്ക് ഞാൻ അതാണ് ഉപയോഗിച്ചത്. വൽക്കരിക്കരുത്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. ഒരു തർക്കമല്ല. രഞ്ജിത്താണ്, രഞ്ജിത്ത് ശിക്ഷിക്കപ്പെടണം. സിദ്ദിഖിനെ കുറിച്ചൊരു ആരോപണം വന്നിരിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട AMAയുടെ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി, ഏറ്റവും കേരളം കണ്ട് ഒരുപക്ഷെ കേട്ട ഏറ്റവും ഒരു ഗുരുതരമായ ആരോപണങ്ങളൊന്നും അത് സിനിമയ്ക്ക് അപ്പുറമായിട്ട് തന്നെ റേപ്പ് ചെയ്തെന്നും 2-3 വർഷക്കാലത്ത് തന്നെ ഉപയോഗിച്ച ഒരു നടി ആർജവത്തോട് പറഞ്ഞിരിക്കുന്നു. സമൂഹത്തിന് വരാനുള്ള കേസെടുക്കുന്നുണ്ടോ? ഞാൻ പറയട്ടെ, അവരുടെ വെളിപ്പെടുത്തലായി പറഞ്ഞ കേസാരുടെ പേരിൽ വന്നിട്ടില്ലോ. നിങ്ങളിതിന് അത് ചോദിക്കുന്നത് അവരുടെ പേരിലുള്ള വെളിപ്പെടുത്തല. അതിന് ഞാൻ നിയമപരമായിട്ട് അവർ പറഞ്ഞത് ശരിയോ തെറ്റെന്നുള്ളവരും നിയമം നോക്കട്ടെ. അങ്ങനെ ഒരുപാട് വെളിപ്പെടുത്തലൂടെ വരുന്നുണ്ട്. മുൻ AMAയുടെ സെക്രട്ടറിയെ കുറിച്ച് ആരോപണങ്ങൾ വന്ന് ഒരു നടി മീഡിയ വരെ അത് പ്രക്ഷോഭണം ചെയ്തതാണ്. അവരെ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർ ആരോപണം ഉന്നയിച്ചു.
ഇതൊക്കെ കുറെ ഞാൻ ചോദിക്കുന്നത് റെജി ലൂക്കോസ്, ഇപ്പൊ താങ്കൾ പറയാണ് അവിടെ കുറെ ആരോപണം കേൾക്കുന്നുണ്ട്, ഇവിടെ കുറെ ആരോപണം കേൾക്കുന്നുണ്ട്, അത് അന്വേഷിക്കട്ടെ. ഇതാരാ ചെയ്യേണ്ട, അന്വേഷിക്കണ്ടേ? അങ്ങനെ ആരോപണം കേൾക്കുമ്പോൾ അതിന് മുന്നിലിറങ്ങി എന്നാ സമ്മതിക്കുന്നത് എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത ആർക്കാ? ഞാൻ പറഞ്ഞല്ലോ, എനിക്കോ അല്ലെങ്കിൽ ഈ പാനലിരിക്കുന്ന മറ്റാർക്കെങ്കിലും ആണോ? സർക്കാരിനല്ലേ, സ്റ്റേറ്റിനല്ലേ, അഡ്മിനിസ്ട്രേഷനല്ലേ അതിന്റെ ഉത്തരവാദിത്വം? അത് നിർവഹിക്കാതെ അങ്ങനെ കുറെ കേൾക്കുന്നുണ്ട്, ഇവിടെയും കുറെ കേൾക്കുന്നുണ്ട് എന്നാണോ പറയേണ്ടത്? ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾക്ക് ഭയമാണ് ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ. അപ്പൊ അങ്ങനെ ഭയമുള്ള ഒരു കോട്ട ഉണ്ടോ? അങ്ങനെ പാടുണ്ടോ? ഒരു തൊഴിൽ മേഖലയിൽ തനിക്കെതിരെ ഉണ്ടാകുന്ന സെക്ഷൽ അട്രോസിറ്റീസിനെതിരെ പോലും സംസാരിക്കാൻ ആളുകൾ ഭയപ്പെടുന്നു. അങ്ങനെ ഒരു ഭയമൊക്കെ ആയിട്ട് ഒരു തൊഴിൽ മേഖല ഇവിടെ വേണോ എന്ന് ആലോചിക്കണ്ടേ പാർട്ടി, സർക്കാർ? ഇഷാദെ, ഈ റിപ്പോർട്ടിനെ ലാഘവത്തോടെ ഞങ്ങൾ ഇടതുപക്ഷക്കാർ ആരും കാണത്തില്ല, കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരു വാക്ക് പോലും പറയത്തില്ല. കാരണം ഞങ്ങളുടെ സർക്കാരാണ് ഇത് കൊണ്ടുവന്നത്. ഈ കമ്മിറ്റി അത് പരിണിതപ്രജ്ഞമായിട്ടുള്ള ഒരു റിട്ടയർഡ് ജസ്റ്റിസ് സഹിതം ഒരു ആദരവോടെ കാണുന്ന ഒരു അവരെ ഈ രാജ്യം തന്നെ ആദരിക്കുന്ന ഒരു പാർലമെന്റ് മെമ്പർ കൂടെ ആയിരുന്നു. നിങ്ങൾ വലിയ കാര്യമായിട്ട് കാണുന്നുണ്ട്. 4.5 വർഷം നിങ്ങൾ വളരെ പരമപവിത്രമായിട്ട് കണ്ടു, അത് എനിക്ക് തർക്കമില്ല. എന്നതാ ചെയ്യാൻ പോകുന്നേ? ഞങ്ങൾ ചെയ്യാൻ പോകുന്നതിന് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ല. നിയമത്തിന്റെ ഉള്ളിൽ നിന്നുള്ള എന്ത് നടപടികൾക്ക് ഈ സർക്കാർ തയ്യാറാണ്. അതായത് ഇപ്പോൾ ആരോപണം പറയണം, അങ്ങനെ നിയമത്തിനകത്ത് നിന്ന് അത് ചെയ്യാൻ നോക്കാം. അങ്ങനല്ല, നിയമം ഉണ്ടാക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, നിയമം നിലവിലിവിടെ നിയമം ഉണ്ടല്ലോ. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ശക്തമായ നിയമമുള്ള രാജ്യമാണ് ഈ രാജ്യം. അത് നിഷാദ് എന്താ മറച്ചു സംസാരിക്കുന്നത്? ആ നിയമത്തിന്റെ വഴിയാൽ അത് സഞ്ചരിച്ചിരിക്കും. ഞാൻ അതിന് ഉദാഹരണങ്ങൾ ഇവിടെ എത്ര എണ്ണം പറഞ്ഞു. ഇവിടെ ആരുടെ മുഖത്ത് വെക്കേണ്ട കാര്യമുണ്ട്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കമ്മിറ്റി എന്തിനാ ഫോം ചെയ്തത്? ഒരു ഒറ്റ ഇതല്ലേ ഈ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്ത് ഈ റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാതെ നിഷാദ് ഒന്ന് പൂർത്തീകരിക്കട്ടെ. നിഷാദ്, ലെറ്റ് മീ കംപ്ലീറ്റ് മൈ വേർഡ്സ് പ്ലീസ്. അതായത് ഈ കമ്മിറ്റി പല നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളനുസരിച്ച് ഇൻഡസ്ട്രിയെ ശുദ്ധീകരിച്ചുകൊണ്ട് എല്ലാ രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം സർക്കാർ നടത്തുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അത് നടക്കാൻ സമ്മതിക്കാലെന്ന് പറഞ്ഞ രീതിയിൽ ഒരുമാതിരി ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇൻഡസ്ട്രിയെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ രാഷ്ട്രീയ നേട്ടത്തിലൂടെ ശ്രമിക്കുന്നതിനെതിരെ മാത്രമേ ഞങ്ങൾ പ്രതികരിക്കുന്നുള്ളൂ. അത് ശരിയല്ല. കാരണം ജനങ്ങളുടെ ഏറ്റവും വലിയ വിനോദ ഉപാധി എന്ന് പറഞ്ഞാൽ എന്താ? സിനിമയാ. പാൻ ഇന്ത്യയിലേക്ക് തന്നെ ഈ സിനിമ വളർന്നിരിക്കുന്നു. നമ്മുടെ പുതിയ തലമുറ ഈ സിനിമയെ ഒരു പാഷനായിട്ട് എടുത്തിരിക്കുന്നു. അവരുടെ ഡെഡിക്കേഷൻ, എത്രയോ ഹിറ്റ് ചിത്രങ്ങൾ നൽകിയിരിക്കുന്നു. അവരെയും കൊള്ളാവുന്ന നമ്മുടെ യുവാക്കളെയും യുവതികളെയൊക്കെ ഇനി സിനിമയിലേക്ക് വരാൻ പാടില്ല, ഇത് മാഫിയയുടെ കയ്യിലാണ്, ഇവിടെ അസറ്റ് പാർക്കിംഗ് തേരോട്ടാണെന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിച്ച് ഈ ഇൻഡസ്ട്രി നശിപ്പിക്കുന്നതിനെതിരെ മാത്രമേ നമ്മൾ പ്രതികരിക്കുന്നുള്ളൂ. ഇതിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാണ്. നിങ്ങൾ പുകമറ എന്തുകൊണ്ടാ? പുകമറ എന്ന് വെച്ചാൽ കുഴപ്പക്കാരെ ഇങ്ങനെ നുള്ളിയെടുത്ത് പുറത്തേക്ക് ഇട്ടാൽ ബാക്കി ക്ലീൻ ആണ്. പുകമറ അങ്ങ് പോയി കിട്ടും. ഇത് ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. അമ്മയ്ക്കൊന്നും പറ്റരുത്, ആർക്കും ഒന്നും പറ്റരുത്, താരരാജാക്കന്മാർക്കൊന്നും പറ്റരുത്. പുകമറ അവിടെ നിൽക്കും. ആരാ പുകമറ നിർത്തിയേക്കുന്നത്? സർക്കാരാ പുകമറ നിർത്തിയേക്കുന്നത്, മാധ്യമങ്ങളല്ല. സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. സർക്കാർ ഈ പറയുന്ന കുഴപ്പക്കാരെ കൊണ്ട് എടുത്ത് കളഞ്ഞേ സിനിമ ക്ലീൻ ആവും, നീറ്റ് ആവും. ജോഷി ജോസഫ് നോക്കൂ, ഇവിടെ രഞ്ജിത്തിനെതിരായിട്ടുള്ള ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് തെളിവില്ല എന്ന് ഒറ്റയടിക്ക് സർക്കാർ പറയുന്നുണ്ട്. തെളിവ് കണ്ടെത്തുക എന്നുള്ള ബാധ്യത സർക്കാരിനാണ്. പക്ഷേ ഞാൻ പറയുന്നത് 15 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ്. എവിടെ വെച്ചാണ് നടന്നതെന്ന് അവർ പറയുന്നു. ഫ്ലൈറ്റിനാണ് വന്നതെന്ന് പറയുന്നു. തിരിച്ചുപോയ ഫ്ലൈറ്റിനാണ്. ഇതൊക്കെ അവിടുത്തെ സാഹചര്യങ്ങൾ മുഴുവൻ നമുക്ക് വളരെ ടെക്നിക്കലായ വിവരങ്ങൾ വെച്ച് എടുക്കാൻ കഴിയുന്നതാണ് എന്നിരിക്കെ തന്നെയും അതിനൊക്കെ തെളിവുണ്ടാവുമോ എന്ന സംശയം സർക്കാർ മുന്നോട്ട് വെക്കുന്നത് രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ പിന്നെ എന്തിനായിരിക്കും? എന്തിനാണ് സർക്കാർ ഒരു നിലയ്ക്കും രഞ്ജിത്തിനെ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു വാശി എടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് അത് മനസ്സിലാകുന്നില്ല. ഇതിൽ തെളിയിക്കപ്പെടാനായിട്ട് ഒരു വലിയ ഗൂഢാത്മകമായ ഒരു സംഗതികളൊന്നും ഇല്ലല്ലോ. ഇതൊരു സസ്പെൻസ് ത്രില്ലർ പോലെയൊന്നും അല്ലല്ലോ. ഇത് വളരെ ലളിതമായ അവരെ പച്ചക്കള്ളം ഇപ്പോൾ രഞ്ജിത്ത് പറയുന്നു ഓഡീഷന് വേണ്ടി വിളിച്ചുവെന്ന്. ഓഡീഷന് വേണ്ടിയല്ല വിളിച്ചതെന്ന് എനിക്കറിയാം. കാരണം ഞാനാണ് ഈ ശ്രീലേഖ മിത്ര എന്ന വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നടിയെ രഞ്ജിത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള ശങ്കറിന് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അവരൊരു സ്പെസിഫിക് റോളിന് വേണ്ടിയിട്ട് വിളിച്ച് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഈ ആരോപണം ഈ ശ്രീലേഖ മിത്രയുടെ ഈ ഇൻ്റർവ്യൂ വന്നതിന് ശേഷമാണ് ഒരു ആഫ്റ്റർ തോട്ട് എന്ന രീതിയിലോ മറ്റോ ഓഡിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പച്ചക്കള്ളമാണ്.
അപ്പം അതിലേക്ക് തെളിയിക്കാനോ തെളിയിക്കപ്പെടാതിരിക്കാനോ അത്ര സങ്കീർണമായ കാര്യങ്ങളൊന്നും അതിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. റെജി ലൂക്കോസിൻ്റെ ഇടത് സഹയാത്രികനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് രഞ്ജിത്തിൻ്റെ സമയം എത്തിക്കഴിഞ്ഞു എന്നാണ്. അത് രഞ്ജിത്ത് ഈസ് ഓൺ ഈസ് വേ ഔട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ശ്രീലേഖ മിത്രയുടെ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അവരുടെ ഹർട്ട് ഫീലിംഗ് അത് മാറാനായിട്ട് ഒരു സോറി മതി എന്നാണ്. പക്ഷേ അതിൻ്റെ സമയം കഴിഞ്ഞു, സോറി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹം ഓൺ ദ വേ ഔട്ടാണ്. ഒരു അക്നോളജ്മെൻറ്റ് എനിക്ക് ചെയ്യേണ്ടതുണ്ട്. രഞ്ജിത്ത് പല നല്ല കാര്യങ്ങളും അക്കാഡമിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഓൺ ദ വേ ഔട്ട് ഈ കാര്യത്തിൽ ആണ് എങ്കിൽ എനിക്കിപ്പോൾ അത് ചെയ്യാൻ കഴിയില്ല എന്നുകൊണ്ട് പറയുകയാണ്. അദ്ദേഹം ഈ ചലച്ചിത്ര അക്കാഡമിയിൽ ശരിക്കും ഒരു ശുദ്ധികലശം നടത്തിയിട്ടുണ്ട്. ഒരുപാട് നിലയ വിദ്വാൻമാർ, ഇടതുപക്ഷത്തുള്ള നിലയ വിദ്വാൻമാർ അക്കാഡമിയിൽ എത്രയോ വർഷങ്ങളായി പല രീതിയിൽ മെമ്പേഴ്സായി തുടരുകയൊക്കെ ചെയ്ത് അതിനെ ഒരു ഇടതുപക്ഷ രീതിയിൽ അതിനെ മാറ്റാനോ ജനാധിപത്യ രീതിയിൽ മാറ്റാനോ പറ്റുമായിരുന്നില്ല. ഒരു മാടമ്പിക്ക് മാത്രമേ അത് മാറ്റാൻ പറ്റുമായിരുന്നു. അദ്ദേഹം ചെയ്തു. അതേപോലെ തന്നെ വർഷങ്ങളായി ഈ ഫെസ്റ്റിവലിന് ഒരു ആർട്ടിസ്റ്റിക് ഡയറക്ടർ എന്ന രീതിയിൽ ബീന പോൾ കൊണ്ടുവന്ന അതിൻ്റെ ക്വാളിറ്റിയെ മാനിക്കുമ്പോൾ തന്നെ അതിനുശേഷം അവരൊരു വിഘാതമായി പല നല്ല സിനിമകളും ഇതിലേക്ക് വരാനുമൊക്കെയായി എന്ന് ഒരുപാട് കംപ്ലൈൻറ്റുകൾ, പരാതികൾ പല ഫിൽം മേക്കേഴ്സിൽ നിന്നുണ്ട്. അവരെ മാറ്റി വേറൊരു പുതിയ ആളെ കൊണ്ടുവന്നു, അതിനുശേഷം വീണ്ടും കൊണ്ടുവന്നു. ഇങ്ങനെ നല്ല കാര്യങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു വലിയ സലാം. പിന്നെ എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രി തകർന്നു പോകും എന്ന് റെജി ലൂക്കോസ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനകത്ത് ഇതൊരു ആകാംക്ഷയാണോ? ഇതിനകത്തൊരു ക്ലെൻസിങ് നടത്തേണ്ടതുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും ഇതിനകം മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് നിഷാദ് ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് സിദ്ദിഖ് ക്ഷമിക്കണം രഞ്ജിത്ത് എന്ന് പറഞ്ഞത്. നാളെ ആകുമ്പോഴത്തേക്കും സിദ്ദിഖ് ക്ഷമിക്കണം, രഞ്ജിത്ത് ക്ഷമിക്കണം, ഡാഷ് 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 എന്ന് പോകാനുള്ള സകല സാധ്യതയുണ്ട്. കാരണം ഇത് പൊട്ടാനൊരു നിമിഷം മതി. ഭയം കൊണ്ടാണ് ഇത്രയും ലീഡിംഗ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റായിട്ടുള്ള ശ്രീലേഖ മിത്ര പോലും 14 വർഷം പിടിച്ചത്. അതിപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു തുറവിയിൽ നിന്നും ആണ് അവർക്ക് ഇത് പറയാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കൂടി കിട്ടിയത്. ഇതാണ് ശ്രീലേഖ മിത്രയുടെ കാര്യമെങ്കിൽ മറ്റ് നടിമാർ മാത്രമല്ല, മറ്റ് ഈ പ്രത്യേകിച്ച് സ്ത്രീകളായിട്ട് ഈ സിനിമാ രംഗത്തുള്ള ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും എല്ലാം അനുഭവിക്കുന്ന കാര്യങ്ങളുടെ അവർ പറഞ്ഞാൽ പണി പോകും എന്ന ഒരു ഭയം നിലനിൽക്കുന്നു എന്ന കാര്യം നമുക്ക് തർക്കമില്ലാതെ അംഗീകരിക്കേണ്ടതല്ലേ. ആ ഭയം നീക്കുന്നത് തകർക്കാനല്ലല്ലോ, അതിൻ്റെ ഈ പുകമറ മാറ്റുക എന്നുള്ളതാണ് നിഷാദ് ഉപയോഗിച്ച വാക്ക്. ഇതൊന്ന് ശുദ്ധീകരിക്കുക എന്നുള്ളത് നല്ല ആവശ്യം. അപ്പോൾ അത് തകർക്കാനല്ല, അതിനെ ഒന്ന് റിജുവിനേറ്റ് ചെയ്യാനാണ് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അതിൽ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാനാണ് എങ്കിൽ നമ്മളെല്ലാവരും അതിനോടൊപ്പമാണ്. സർക്കാരിൻ്റെ ഒരു പരമമായ ബാധ്യത അതാണ്. ശ്രീകുമാർ, ഇവിടെ ഇപ്പോൾ അമ്മ എന്നൊരു സംഘടനയുണ്ട്. അമ്മയ്ക്കൊന്നും പറ്റാൻ പാടില്ല എന്നത് എല്ലാവർക്കും ഒരു ഒരു സെക്കൻഡ് റെജി ലൂക്കോസ്, ഞാൻ വരാം. ശ്രീകുമാർ, ഇപ്പോൾ അമ്മയ്ക്കൊന്നും പറ്റരുത് എന്നാണ് എല്ലാവരുടെ നിലപാട്. നിങ്ങളുടെ നിലപാടും അതാണ്. അമ്മയുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാമല്ലോ ശ്രീകുമാർ. അതായത് അമ്മ ഒരു തൊഴിലാളി സംഘടനയല്ല, ഒരു തൊഴിലവകാശ പോരാട്ട സംഘടനയല്ല, എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്ന സംഘടനയല്ല, പൂർണ്ണ ജനാധിപത്യ രൂപത്തിൽ തെരഞ്ഞെടുപ്പ് പോലും ഉണ്ട് നമുക്ക് കരുതാൻ കഴിയുന്ന സംഘടനയല്ല, നേതൃത്വത്തിനെ സംസാരിക്കാൻ കഴിയുന്ന സംഘടനയല്ല, തൊഴിലാളിയുടെ തൊഴിലവകാശത്തിന് വേണ്ടി പോരാടിയിട്ടില്ല എന്ന് മാത്രമല്ല തൊഴിൽ നിഷേധിക്കാനുള്ള ഈ വിലക്ക് സംഘമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രഭു സംഘമാണത്. അപ്പോൾ അതങ്ങനെ തന്നെ നിലനിൽക്കണം. എന്തിനാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ, നിങ്ങൾക്ക് പോലും ഉണ്ട്, അമ്മയെ തേർക്കാൻ പാടില്ല. എന്തിനാണ് തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന സ്വഭാവമില്ലാത്ത, ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവമില്ലാത്ത വെറും ഒരു എന്താ പറയുക, ഒരു ആഡംബര ക്ലബ്ബ്, അതിന് ചില ചാരിറ്റീസൊക്കെ ഉണ്ട്, ഓക്കെ, അതിൻ്റെ അതേ സ്ട്രക്ചറിൽ നിൽക്കണമെന്ന വാശി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികൾക്കുണ്ട്. എന്തിനാണത്? നിങ്ങളാണ് ഇവിടെ ഭരിച്ചിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ മലയാള സിനിമയ്ക്കകത്തേക്ക് നിങ്ങളുടെ പോലീസ് ജീപ്പ് ഉരുട്ടി കയറ്റിയാലേ എന്നൊന്നും ഇവിടെ ആരും വിചാരിക്കുന്നില്ല. ശ്രീകുമാർ, അല്ല നോക്കൂ നിഷ, നമ്മൾ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം നമ്മുടെ ഈ സിനിമാ നടന്മാരും നടികളുമൊക്കെ നമ്മുടെ ജനങ്ങളുടെ മനസ്സിൽ ഒരുപാട് സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. അവർക്കിടയിലുള്ള ചില പ്രശ്നങ്ങൾ പുറത്തു വരുമ്പോഴാണ് ജനകീയ സ്വഭാവം കൂടുതൽ വ്യക്തമാകുന്നത്.
അപ്പോൾ ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് ഗവൺമെൻറ് മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും ഗവൺമെൻറ് എന്തുകൊണ്ട് അനങ്ങാതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ശ്രീ ജോസഫ് ഇവിടെ പറഞ്ഞല്ലോ, അതായത് ശ്രീ രഞ്ജിത്ത് ഒരു ചലച്ചിത്ര അക്കാദമിയെ എന്തോ കേമമാക്കിയെന്നൊക്കെ പറഞ്ഞല്ലോ. ഇത് ഈ അവനവനിസത്തിലേക്കുള്ള നയപരമായ രീതിയിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ വരുന്നത്. ഇതിനു മുമ്പ് ചലച്ചിത്ര അക്കാദമിയിൽ ഇരുന്ന ഒരാളെ പിൻവാതിൽ നിയമനം നടത്താൻ വേണ്ടിയിട്ട് കൂടുതൽ ഇടതുപക്ഷക്കാർ അക്കാദമിയിൽ വരണം എന്ന് വന്നിട്ട് കത്ത് കൊടുത്തൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് ഈ പാർട്ടി ഭരിക്കുമ്പോൾ വരുന്നത്? എന്തുകൊണ്ടാണ് ഈ പാർട്ടി ഇപ്പോൾ 8 വർഷമായിട്ട് കേരളം ഭരിക്കുകയാണ് LDF, എന്തുകൊണ്ടാണ് 8 വർഷമായിട്ടൊരു നയം ഉണ്ടാക്കാതിരുന്നത്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമ്മ എന്ന സംഘടന എന്ന് പറയുന്നത് അത് കുറേ നടീതന്മാരുടെ സംഘടനയാണ്. അതിൽ ഒരു വലിയൊരു വിഭാഗം ഉണ്ടാവും, സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടാവും, അല്ലാത്തവരൊക്കെ ഉണ്ടാകാം. അവരുടെ അഭിപ്രായം വരികയും പോവുകയൊക്കെ ചെയ്യും. അത് പ്രതിപക്ഷ നേതാക്കളായാലും LDF ആണെങ്കിലും അവരിലുള്ളവരെ സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട്. ഇങ്ങനെ സ്ഥാനാർത്ഥികളാക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ സംഘടന ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന അഭിപ്രായം ഒരു രാഷ്ട്രീയ കക്ഷിക്കും പാടില്ല. ഇവിടെ നോക്കൂ, CPM-ന് ഇതിൽ നിലപാടില്ലെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ത്രീപക്ഷ വാദമാണല്ലോ ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ബംഗാളി നടി ഒരു കാര്യം പറഞ്ഞപ്പോൾ അവരെ സഹായിക്കാൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ CPM-ൻ്റെ വനിതാ സംഘടന തയ്യാറാകാത്തത്? അവരൊരു CPM പ്രവർത്തകയാണ് ഈ ബംഗാളി നടി, എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത്? അതുകൊണ്ട് മാത്രമല്ല, ഇത്രയും കാലം റിപ്പോർട്ട് നടപ്പാക്കാതിരുന്നപ്പോൾ അത് ചോദ്യം ചെയ്യാതിരുന്നവർ പലരും ഈ CPM-കാരായ സ്ത്രീപക്ഷവാദികളുണ്ടല്ലോ. അതെന്തുകൊണ്ട് നടന്നില്ല? അപ്പോൾ അത് അമ്മയെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം അമ്മ എന്ന് പറയുന്ന സംഘടന ഉണ്ടെന്നുള്ള ശരി തന്നെയാണ്. ഇപ്പോൾ ജഗദീഷ് കോൺഗ്രസ് പക്ഷപാതിയായിട്ടല്ലേ നമ്മളെ കണക്കാക്കുന്നത്? ജഗദീഷിൻ്റെ വെട്ടിത്തുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ലേ? അതുപോലെ സിദ്ദിഖ് ഒരു കോൺഗ്രസ് പക്ഷപാതിയായിട്ടാണ് കരുതുന്നത്. സിദ്ദിഖിനെതിരെ എന്തെങ്കിലും നടപടി കോൺഗ്രസ് പിന്താങ്ങാൻ വരുന്ന താങ്കൾ കരുതുന്നുണ്ടോ? ഇതൊക്കെ ആ സംഘടനയെ നമ്മൾ വിട്ടുകളയും. പക്ഷേ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഗവൺമെൻറ് തീരുമാനം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് പക്ഷേ പ്രത്യേകിച്ച് CPM-ന് ഒരു താല്പര്യം ഉണ്ടാകാം. ഇതൊരു നിരുപദ്രവമായ വിവാദമാണ്. നിരുപദ്രവം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അതായത് കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന പെൻഷൻ, ശമ്പളം, റേഷൻ, ഓണക്കാലം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊന്ന് കുറച്ചിങ്ങനെ കത്തി നിൽക്കട്ടെ എന്നൊരു താല്പര്യം CPM-നുണ്ടോ? അങ്ങനെ സംശയിച്ചാൽ എന്താ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ലേ? ഇന്ന് രാവിലെ സജി ചെറിയാൻ പറഞ്ഞത് എന്താണ്? രഞ്ജിത്തിനെ കുറിച്ച് നല്ലത് പറഞ്ഞു. അദ്ദേഹം നല്ല സംവിധായകനാണ്, നല്ല സിനിമാക്കാരനാണ്, സമ്മതിച്ചു. പക്ഷേ അതുകൊണ്ട് വൈകുന്നേരമായപ്പോൾ എന്തിനാണ് സജി ചെറിയാൻ നിലപാട് മാറ്റിയത്? അപ്പോൾ സജി ചെറിയാൻ സിനിമാ മന്ത്രിയാണെങ്കിൽ അദ്ദേഹം വളരെ 1-2 തവണ തെറ്റുകൾ പറഞ്ഞു. കാരണം ഒന്നാമത്തെ കാര്യം റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ഇന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടിക്കെതിരെ FIR ഇട്ട കാര്യം, അത് തെറ്റല്ലേ അദ്ദേഹം പറഞ്ഞത്? അത് ആ കേസ് CBI അല്ലേ റദ്ദാക്കിയത്? അതൊക്കെ വേറെ വിഷയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ന്യായീകരണം കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇന്ന് CPM പ്രതികൾ എന്താ വരാതിരുന്നത്? കാരണം അവർക്ക് മനസ്സിലായി അവർക്കൊന്നും പറയാനില്ല. നിഷാദേ, പറയാനുണ്ടെങ്കിൽ അവരിവിടെ ഒന്നും പറയില്ലേ? റെജി ലൂക്കോസ് അദ്ദേഹം സഹയാത്രികൻ മാത്രമല്ല, അദ്ദേഹം CPM-ൻ്റെ മെമ്പറാണ്. അതുകൊണ്ട് അദ്ദേഹം ന്യായീകരിക്കും. പക്ഷേ എന്തുകൊണ്ട് CPM ഔദ്യോഗിക വക്താക്കളെ വിട്ടില്ല? കാരണം ഞാൻ ചോദിക്കുന്നത്, ഈ റിപ്പോർട്ടിലുള്ള ആളുകളുടെ വേട്ടക്കാരുടെ പേര് പുറത്തു വരണമെന്ന് ഒരുപാട് പേര് പറഞ്ഞു. പക്ഷെ ഒരു പേരും പുറത്തു വന്നില്ല. പക്ഷെ പിന്നീട് റിപ്പോർട്ട് വഴി അല്ലാതെ വേറെ ചില പേരുകൾ പുറത്തു വന്നു. അതിൽ ഒന്നാമത്തെ പേര് രഞ്ജിത്തിൻ്റെയാണ്. ആ രഞ്ജിത്തിനെ പിന്തുണയ്ക്കാൻ വന്നത് കൊല്ലം MLA മുകേഷാണ്. പിന്നെ സംവിധായകൻ വിനയം പറയുന്നു ഈ ക്യാബിനറ്റിലുള്ള ഒരു മന്ത്രി ഇതിൽ കുഴപ്പക്കാരനാണെന്ന്. പേരൊക്കെ പുറത്തു വരാൻ തുടങ്ങിയാൽ നമ്മുടെ ആളുകൾ തന്നെ ആർക്കും കുടുങ്ങാൻ പോവുക എന്നാണോ സത്യത്തിൽ ഹേമ കമ്മിറ്റിയിലൂടെ തൊടാൻ സർക്കാരിൻ്റെ പേടി? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് ബഹുമാനപ്പെട്ട ജോഷി ജോസഫ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഈ പറയുന്ന ബഹുമാനപ്പെട്ട ബംഗാളി നടി പറഞ്ഞതിനെക്കുറിച്ചും എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. അത് അദ്ദേഹം പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. രഞ്ജിത്തിൻ്റെ വിശദീകരണത്തിനോട് ഉപരിയായി അദ്ദേഹം ആ സംഭവത്തിനെ ഓൺ ചെയ്ത് പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത കാര്യത്തിൽ അവരെ അവിടുന്ന് ഒരു ക്രൈസിസ് നേരത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ടത്. പക്ഷേ എനിക്ക് ചോദിക്കാനൊരു ചോദ്യമുണ്ട്. ഇവിടെ സമാനമായ രീതിയിൽ ഏതാണ്ട് അതിനോടനുബന്ധമായിട്ടുള്ള രീതിയിൽ ഒരു സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ അഗസ്റ്റിൻ വട്ടോളി എന്ന് പറയുന്നൊരു പുരോഹിതൻ വഞ്ചി സ്ക്വയറിൽ നിരന്തര സമരം നടത്തി. ആ പുരോഹിതൻ എന്തുകൊണ്ടാണ് ഈ വിഷയം പറഞ്ഞിട്ട് ഇതിൽ മൗനം പാലിച്ചത്? അത് ഇരട്ടത്താപ്പല്ല. അപ്പോൾ ഇവരുടെയൊക്കെ ഈ സമരത്തിൻ്റെയൊക്കെ ഇൻറ്റൻഷൻ എന്താണ്? അപ്പോൾ അത് ഏതെങ്കിലും വൺ സൈഡ് ആയിട്ടാണോ? അതെനിക്ക് വളരെ സംശയം തോന്നുന്നു. ഞാനിന്ന് ഈ വാർത്ത കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ അദ്ദേഹത്തിനെ ഒരു വീരപുരുഷനായിട്ട് കണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പല കാര്യങ്ങളും അറിയാം. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടാണ് അതിന് നിശബ്ദത പാലിച്ചത്? ഇതുപോലത്തെ ഒരു പ്രശ്നം ഇതുപോലെ തന്നെ സമാനമായ ഇതിനോട് ചേർത്ത് നിൽക്കാവുന്ന ഒരു സ്ത്രീ വിഷയത്തിൽ അദ്ദേഹം വഞ്ചി സ്കോറിൽ നിരന്തരം സമരം നടത്തിയ വ്യക്തിയാണ്. വാർത്തകൾ ഇതുപോലത്തെ ഇത്രയ്ക്കും ഇല്ലാതിരിക്കുന്ന സമയത്ത് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ആളാ. വെറുതെ കൊണ്ട് അവിശ്വാസത്തിലാക്കല്ലേ അവരെ? ഇവിടെ രഞ്ജിത്തിനെ പോലെ പാർട്ടിക്ക് അധികാരവും സമ്പത്തും ഉള്ളതിന്റെ ആനുകൂല്യം പിടിച്ചു വാങ്ങാൻ ഒരു ദിവസം പെട്ടെന്ന് ഇടതുപക്ഷക്കാരനായ നിങ്ങൾ അവരെ അവിശ്വാസത്തിലാക്കുകയാണ്. അവിടെ പാർട്ടി ഇല്ല, നിലംപരിശാണ്. അപ്പൊ അതിന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. ഇവിടെ പാർട്ടിയുടെ സൗകര്യങ്ങൾ പിടിച്ചു വാങ്ങാൻ ഒരു ദിവസം പെട്ടെന്ന് ഇടതുപക്ഷക്കാരനായ ആളല്ല. നിങ്ങൾ എന്താണ് പറഞ്ഞു വരുമ്പോ എന്താണ്
പറഞ്ഞു വരുമ്പോൾ അവരെ അവിശ്വാസത്തിലാക്കുകയാണ്, അവർക്ക് തെളിവില്ല, അവർ പറയുന്ന കാര്യം ഞാനാ നടിക്കൊപ്പമാ. നിഷാദ് പറയാത്ത കാര്യം എന്താ പറയുന്നത്? ആ നടിക്കൊപ്പാണ് ഞങ്ങള്. ആ നടിയോട് മോശമായി പെരുമാറിയ രഞ്ജിത്തിന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയാണ് ഈ ചർച്ചയിരിക്കുന്നത് ഞാൻ. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ താങ്കൾ ഡിഫെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? താങ്കൾ ഡിഫെൻഡ് ചെയ്യുന്നത് പിണറായി വിജയൻ സർക്കാരിനെയാണ്. പിണറായി വിജയൻ സർക്കാരിന് അങ്ങനെ ഒരു പൊസിഷൻ ഇപ്പൊ ഇല്ല. പിണറായി വിജയൻ സർക്കാർ ശരിയുടെ പക്ഷത്തായതുകൊണ്ടും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിനെ പരിഹരിക്കാനായിട്ട് ഇത്രയ്ക്ക് ധീരമായ നടപടി എടുത്തൊരു കമ്മിറ്റി രൂപീകരിച്ച പിണറായി വിജയൻ പക്ഷത്തോട് അല്ലാതെ ഉണ്ട് ഈ സിനിമ കമ്മിറ്റി ഉണ്ടായതിന്റെ കഥ എന്താണ് റെജി ലൂക്കോസ്? ഈ സിസ്റ്റത്തോട് ഫൈറ്റ് ചെയ്ത് ഇറങ്ങി വന്ന കുറെ സ്ത്രീകൾ ഉണ്ടാക്കിയ WCC എന്ന് പറഞ്ഞ കമ്മിറ്റി അവർ കൊടുത്ത പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ ഒന്ന് ശ്രീമതി ആശ നോക്കൂ, ഇതിപ്പോ മലയാള സിനിമയിലെ വലിയ താരരാജാക്കന്മാർ, വമ്പന്മാർ, അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതും സാധാരണ നിലയ്ക്ക് പോസിബിൾ അല്ല. പക്ഷേ ഇത് റിപ്പോർട്ട് പുറത്തു വരുന്നു, മാധ്യമങ്ങൾ ദിവസങ്ങളോളം ചർച്ച ചെയ്യുന്നു, പൊതുസമൂഹത്തിൽ നിന്ന് വലിയ തോതിലുള്ള പ്രതികരണങ്ങളും രോഷവും ഉണ്ടാവുന്നു. ഈ സന്ദർഭം ഏതെങ്കിലും ഒരു നിർണായകമായ ചുവടുമാറ്റത്തിൻ്റെ ഒരു ചേഞ്ച് എടുക്കാനുള്ള സമയമായിട്ട് മാറും എന്നുള്ള ഒരു കുറച്ച് ഹോപ്പ്ഫുൾ ആണോ നിങ്ങൾ? അതോ ഇതും കെട്ടടങ്ങും, എല്ലാം പഴയതുപോലെ ആകുമെന്ന് നിരാശയുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ വളരെ ഹോപ്പ്ഫുള്ളാണ്. കാരണം ഈ കഴിഞ്ഞ 4 വർഷം നമ്മളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള വർഷങ്ങളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്കൊരു ഹോപ്പും ഇല്ലായിരുന്നിടത്തും നമ്മൾ ഹോപ്പ് ഉണ്ടാക്കി വെച്ച് അങ്ങനെയാണ് മുന്നോട്ട് പോയത്. കാരണം ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇതുപോലെ സമാനമായ സാഹചര്യങ്ങളിൽ സ്ത്രീകൾ അതുപോലെ പാർശ്വവൽക്കരിതരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വരുമെന്നും അവർ തീർച്ചയായിട്ടും കേൾക്കാൻ ആളുണ്ടാവുമെന്നും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആ വിശ്വാസം കൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ആ വിശ്വാസം കൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ശരി, എന്തായാലും ഈ കാര്യത്തിൽ ഒരു ശരിയാവണ്ണമുള്ള ഇടപെടൽ സർക്കാരിന് കഴിയട്ടെ, ഇല്ലെങ്കിൽ സർക്കാരിനെ കൊണ്ട് ജനം അത് ചെയ്യിക്കട്ടെ എന്ന് വിചാരിക്കാം. താങ്ക് യു റെജി ലൂക്കോസ്, ആശ, ശ്രീകുമാർ, ഒപ്പം സി ജോഷി ചർച്ചയിൽ പങ്കെടുത്തതിന്